വെൽക്കം ബാക്ക് ടു ഫിസിയോ ക്യാപ്സ്യൂൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ ജോയിൻറ്റിൻ്റെ അനാറ്റമിയാണ്. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒരു ഇൻട്രോ. എൻ്റെ പേര് ഹുസ്ന ഹുസൈൻ എന്നാണ്. ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഈ ചാനലിൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ചെറിയ വീഡിയോസാണ് ഉണ്ടാവുക. അപ്പോൾ തുടങ്ങാം. ഈ ടോപ്പിക്കിനെ നമ്മളിനി പറയുന്ന സബ് ടോപ്പിക്സിലേക്ക് ബ്രേക്ക് ചെയ്യാൻ പോവാണ്. എന്നിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഈ ഹെഡിങ്സ് എങ്കിലും ഓർത്ത് വെച്ചേ പറ്റുള്ളൂ. 1. ടൈപ്പ് ഓഫ് ജോയിൻറ്റ്, ആർട്ടിക്കുലർ സർഫസ്, ലിഗമെൻറ്റ്സ് ആൻഡ് ബർസേ, ബ്ലഡ് സപ്ലൈ ആൻഡ് നെർവ് സപ്ലൈ, മൂവ്മെൻറ്റ്സ് ആൻഡ് മസിൽസ്, കോമൺ ക്ലിനിക്കൽ കണ്ടീഷൻസ്. ആദ്യം നമുക്ക് ജോയിൻറ്റ് ടൈപ്പ് ഏതാണെന്ന് നോക്കാം. ആസ് വി ഓൾ നോ, സൈനോവിയൽ ജോയിൻറ്റിനാണ്. എന്ന് പറയുമ്പോൾ സൈനോവിയൽ ഫ്ലൂയിഡ്സ് ഒക്കെയുള്ള മൂവ്മെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ജോയിൻറ്റ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ തന്നെ സബ് ടൈപ്പ് വരുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. വിച്ച് മീൻസ് ഒരുപാട് ഡയറക്ഷനിൽ റേഞ്ച് ഓഫ് മോഷൻസ് അലൗ ചെയ്യുന്ന ജോയിൻ്റ് ആണ്. അടുത്തത് ആർട്ടിക്കുലർ സർഫസ് നോക്കാം. സ്കാപ്പുലയും ഹ്യൂമറസും തമ്മിലാണ് മീറ്റ് ചെയ്യുന്നത്. സ്കാപ്പുലയുടെ ഗ്ലീനോയിഡ് പ്രോസസ്സും ഹ്യൂമറസിൻ്റെ ഹെഡുമാണ് മീറ്റിംഗ് പോയിൻറ്റ്സ്. അതുകൊണ്ട് തന്നെ ഗ്ലീനോ ഹ്യൂമറൽ ആർട്ടിക്കുലേഷൻ എന്നും ഈ ജോയിൻറ്റിനെ പറയാം. ഈ പറഞ്ഞ രണ്ട് ടോപ്പിക്സും ക്ലിയർ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഷോൾഡർ ജോയിൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കും? ടിക് ടിക് 1, ടിക് ടിക് 2 ആൻഡ് ടിക് ടിക് 3. സ്ട്രോങ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ തെറ്റിപ്പോയി. ഷോൾഡർ ജോയിൻറ്റ് വീക്ക് ജോയിൻ്റ് ആണ്. ബേസിക് ആയിട്ട് ഓർത്ത് വെച്ചോ, മൊബിലിറ്റിയും സ്റ്റെബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് പറയുമ്പോൾ മൊബിലിറ്റി എവിടെ കൂടുതലുണ്ടോ അത് വീക്കായിരിക്കും, എന്നുവെച്ചാൽ സ്റ്റെബിലിറ്റി അത്രയും കുറവായിരിക്കും. ഷോൾഡർ ജോയിൻറ്റിൻ്റെ കേസിൽ ഗ്ലീനോയിഡ് പ്രോസസ്സ് ഒരു നാരോ സ്ട്രക്ചറാണ്. ഹിപ്പിലൊക്കെ ഉള്ളതുപോലെ ഹെഡ് ഓഫ് ഹ്യൂമറസിനെ അനാറ്റമിക്കലി സപ്പോർട്ട് ചെയ്യാനുള്ള കെൽപ്പൊന്നുമില്ലാത്തൊരു പാവം. മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയിൻ പ്രൊവൈഡ് ചെയ്യാനേ ആളെ കൊണ്ട് പറ്റുള്ളൂ. ആരെക്കൊണ്ട്? ഈ ഗ്ലീനോയിഡ് പ്രോസസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി തേർഡ് പാർട്ട്, ലിഗമെൻറ്റ്സ് ആൻഡ് ബർസേ. ഇത് ഒരുമിച്ച് പറയാൻ കാര്യം, ഈ നെയിംസ് പഠിച്ചു വെച്ചാൽ തന്നെ ലൊക്കേഷൻ പറയാൻ പറ്റും, അല്ലെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ട് ഏത് ഡയറക്ഷനിൽ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ 5 ലിഗമെൻറ്റ്സും 3 ബേഴ്സിയാണുള്ളത്. എഴുതി വെച്ചിട്ട് പഠിച്ചോട്ടോ. 1 ക്യാപ്സുലർ ലിഗമെൻറ്റ്, 2 തൊറാക്കോ ഹ്യൂമറൽ ലിഗമെൻറ്റ്, 3 ട്രാൻസ്വേഴ്സ് ഹ്യൂമറൽ ലിഗമെൻറ്റ്, 4 ഗ്ലീനോയിഡ് ലേബ്രം, 5 ഗ്ലീനോ ഹ്യൂമറൽ ലിഗമെൻറ്റ്. ഗ്ലീനോ ഹ്യൂമറൽ ലിഗമെൻറ്റിൻ്റെ സുപ്പീരിയർ, മിഡിൽ ആൻഡ് ഇൻഫീരിയർ ഉണ്ട്. ഒരു കോഡ് ഞാനായിട്ടുണ്ടാക്കിയത് CLTTGG. ഇതിന് എന്തെങ്കിലും ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന എക്സ്പാൻഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതാണ് ബെറ്റർ. ഞാനിങ്ങനെ ആലോചിച്ചിട്ട് കിട്ടിയത് ക്ലാസ്സിൽ തോറ്റ് ഗ്ലോ. ഇത് ഞാൻ കണ്ടുപിടിച്ച വേർഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. ഇനി വേഴ്സസ് പറയുകയാണെങ്കിൽ 3 വേഴ്സസ് ഉണ്ട്. ഒന്ന് സബ് അക്രോമിയൽ അല്ലെങ്കിൽ സബ് ഡെൽറ്റോയിഡ് വേഴ്സേ, ഇത് രണ്ടും സെയിം ആണ്. പിന്നെ സബ് സ്കാപ്പുലാരിസ്, മൂന്നാമതായിട്ട് ഇൻഫ്രാസ്പൈനേറ്റസ്. ഇതിന് ഞാൻ കോഡ് തരുന്നില്ല, എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിച്ചു. ഇത് കുറച്ചുകൂടി ഈസിയാണെന്ന് തോന്നുന്നു, അങ്ങനെ ഓർത്ത് വെക്കാൻ. ആകെ 3 ഉള്ളൂ. പേര് ഓർത്ത് വെക്കാൻ കുറച്ച് ഈസി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എക്സ്പാൻഷൻ വേണമെങ്കിൽ ഹെൽപ്പ് യുവർ സെൽഫ് പ്ലീസ്. അടുത്തത് ബ്ലഡ് സപ്ലൈ ആൻഡ് നെർവ് സപ്ലൈ. ഇതും എണ്ണിട്ട് എഴുതി പഠിച്ചാൽ, അല്ലെങ്കിൽ കോഡ് വെച്ച് ഓർത്തിരുന്നേ പറ്റുള്ളൂ. 4 വെസൽസ് ആണുള്ളത്. അത്ര ടഫല്ല കേട്ടോ, ഈസിയാണ് ഓർത്ത് വെക്കാൻ. 4 വെസൽസ് ആണ് ഷോൾഡറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. 1 ആൻറ്റീരിയർ സർക്കംഫ്ലെക്സ് ഹ്യൂമറൽ വെസൽസ്, 2 പോസ്റ്റീരിയർ സർക്കംഫ്ലെക്സ് ഹ്യൂമറൽ വെസൽസ്, 3 സുപ്രാസ്കാപ്പുലർ വെസൽ, 4 സബ് സ്കാപ്പുലർ വെസൽസ്. കുറച്ച് ഈസി അല്ലേ? ഹ്യൂമറസിൽ നിന്ന് 2 ഹ്യൂമറൽ വെസൽസിൽ നിന്ന് 2 സബ് സ്കാപ്പുലർ വെസൽസിൽ നിന്ന് 2. ഒന്ന് മനസ്സ് വെച്ചാലും അത് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ 3 നെർവ്സ് ആണ് വരുന്നത് ഷോൾഡർ ജോയിൻറ്റിലേക്ക്. 3 നെർവ്സ് ആണ് വരുന്നത്. ആക്സിലറി നെർവ്, മസ്കുലോക്യൂട്ടേനിയസ് നെർവ്, സുപ്രാസ്കാപ്പുലർ നെർവ്. ആം സുപ്ര
അതാണ് ഞാൻ കണ്ടുവച്ച കോഡ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി മെയിൻ പാർട്ട്, മൂവ്മെൻറ്റ്സ് ആൻഡ് മസിൽസ്. എക്സ്പ്ലെയിൻ ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണിത്. എന്നെ കൊണ്ടാവുന്നത് പോലെ സിംപ്ലിഫൈ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഏതൊക്കെ മൂവ്മെൻറ്റ്സ് ആണ് പോസിബിൾ? അത് ഈസി ക്വസ്റ്റ്യൻ അല്ലേ. ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ, മീഡിയൽ റൊട്ടേഷൻ, ലാറ്ററൽ റൊട്ടേഷൻ ആൻഡ് സർക്കംഡക്ഷൻ. സർക്കംഡക്ഷൻ്റെ കാര്യം വിട്ടേക്ക്, അതിന് വലിയ പ്രസക്തിയില്ല. പ്രസക്തിയില്ല ഇൻ ദ സെൻസ് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ബാക്കി 6 മൂവ്മെൻറ്റ്സിനെ ഇൻഡിവിജ്വലി എടുത്ത് നോക്കാം. കപ്പിളായിട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ ഒരു കപ്പിളാണെന്ന് വിചാരിക്കാം. ഒരു കപ്പിളാകുമ്പോൾ ഏകദേശം ഒരു ഏജ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ. ഒരു ഏജ് ഗ്രൂപ്പാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഇമാജിൻ ചെയ്യാം? ഒരേ ആക്സിസിലും ഒരേ പ്ലെയിനിലും ആയിരിക്കും മൂവ്മെൻറ്റ്സ് ഉണ്ടാവുക, ആയിരിക്കില്ലേ? അതെ, സജേറ്റൽ പ്ലെയിനിലും ഫ്രോണ്ടൽ ആക്സിസിലും ആയിരിക്കും മൂവ്മെൻറ്റ്സ് ഉണ്ടാവുക. പക്ഷെ അവരുടെ ഡ്രൈവിംഗ് ഫോഴ്സിൻ്റെ സോഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഇവരെ ഫാമിലിയാണെന്ന് വിചാരിക്കാം. നമ്മൾ സംസാരിക്കുന്നത് മസിൽസിനെ പറ്റിയിട്ടാണ്. അത് മസിൽസിനെ ഇവർ ചെയ്യുന്ന മൂവ്മെൻറ്റ്സിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ഫാമിലിയോ ഫാമിലി പാരൻസോ ഫാമിലിയോ ഇമ്മീഡിയറ്റ് ഫാമിലിയോ അങ്ങനെ വിചാരിക്കാം. അപ്പോൾ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷനെ സംബന്ധിച്ച് ഫ്ലെക്ഷൻ്റെ ഫാമിലി ഡെൽറ്റോയിഡ്, അതിൻ്റെ ആൻറ്റീരിയർ ഫൈബേഴ്സും പെക്ട്രാലിസ് മേജർ, ക്ലാവിക്കുലർ ഹെഡും. എക്സ്റ്റൻഷനെ നോക്കുമ്പോൾ ഡെൽറ്റോയിഡിൻ്റെ പോസ്റ്റീരിയർ ഫൈബേഴ്സും ലാറ്റിസ് മസ്റ്റോസയും. ഇനി അവരെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് കാണില്ലേ, എന്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? അതാണ് നമ്മുടെ ആക്സസറി മസിൽസിൻ്റെ റോൾ ഇവിടെ. അപ്പോൾ ഫ്ലെക്ഷൻ്റെ കേസിൽ കൊറാക്കോ ബ്രേക്കിയാലിസ്, ഷോൾഡർ ഹെഡ് ഓഫ് ബൈസെപ്സ് ബ്രാക്കി. എക്സ്റ്റൻഷനിൽ ടെറസ് മേജർ, ലോങ് ഹെഡ് ഓഫ് ട്രൈസെപ്സ് ബ്രാക്കി. ഇങ്ങനെ സിമിലർ ആയിട്ട് നമ്മൾ അബ്ഡക്ഷൻ അഡക്ഷനെ ഒരു കപ്പിളായിട്ടും മീഡിയൽ റൊട്ടേഷൻ ലാറ്ററൽ റൊട്ടേഷനെ ഒരു കപ്പിളായിട്ടും ഇമാജിൻ ചെയ്യും. അപ്പോൾ ഇനി കപ്പിള്, പ്ലെയിനോർ ആക്സിസ്, മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ഓർക്കുമ്പോൾ അത് ഈസി ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അബ്ഡക്ഷൻ അഡക്ഷൻ്റെ കാര്യം നോക്കുമ്പോൾ അതിൻ്റെ പ്ലെയിൻ ആൻഡ് ആക്സിസ്, ഫ്രോണ്ടൽ പ്ലെയിനും സജേറ്റൽ ആക്സിസും. പാരൻസ് അല്ലെങ്കിൽ ഫാമിലി, അതായത് മസിൽസ്. അബ്ഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത് സെറാറ്റസ് ആൻറ്റീരിയർ, അപ്പർ ആൻഡ് ലോവർ ഫൈബേഴ്സ് ഓഫ് ട്രപ്പീസിയസ്. അഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത് പെക്ടോറാലിസ് മേജർ ആൻഡ് ലാറ്റിസ് മസ്റ്റോസെ, ഷോർട്ട് ഹെഡ് ഓഫ് ബൈസെപ്സ്, ലോങ് ഹെഡ് ഓഫ് ട്രൈസെപ്സ്. ഇനി ആക്സസറി മസിൽസ്, അതായത് ഫ്രണ്ട്സ് ഗ്രൂപ്പ്. അബ്ഡക്ഷന് ഫ്രണ്ട്സ് ഇല്ല, വെരി സോറി. അഡക്ഷന് ടെറസ് മേജർ ആൻഡ് കൊറാക്കോ ബ്രാക്കിയാലിസ്. ഇനി മീഡിയൽ റൊട്ടേഷൻ ലാറ്ററൽ റൊട്ടേഷൻ. ആ കപ്പിളിനെ സംബന്ധിച്ച് പ്ലെയിൻ ആൻഡ് ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ ആക്സിസും. ഫാമിലി പറയുമ്പോൾ, അതായത് മസിൽസ് എന്ന് പറയുന്നത് മീഡിയൽ റൊട്ടേഷന് പെക്ട്രാലിസ് മേജർ, ആൻറ്റീരിയർ ഫൈബേഴ്സ് ഓഫ് ഡെൽറ്റോയിഡ്, ലാറ്റിസ് മസ്റ്റോസെ, ടെറസ് മേജർ. മീഡിയൽ റൊട്ടേഷൻ്റെ ഫ്രണ്ട്സ്, അതായത് ആക്സസറി മസിൽസ്, സബ്സ്കാപ്പുലാരിസ്. ഇനി ലാറ്ററൽ റൊട്ടേഷൻ്റെ കാര്യം നോക്കിയാൽ മെയിൻ മസിൽസ് അറ്റ് ഫാമിലി, posterior fibers of deltoid, infraspinatus, teres minor. ആൾക്ക് ഫ്രണ്ട്സ് ഇല്ല, വെരി സോറി അഗെയിൻ. അപ്പോൾ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞു. ആളുകൾ ഓർത്തിരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്, കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ലാസ്റ്റ് പാർട്ട്, കോമൺ ക്ലിനിക്കൽ കണ്ടീഷൻസ്. മെയിനായിട്ട് ഡിസ്ലൊക്കേഷൻ. വീക്ക് ജോയിൻ്റാണ് ഷോൾഡർ ജോയിൻ്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് സപ്പോർട്ട് മിനിമലായിട്ടാണ് ഉണ്ടാവുക. അതും ഏറ്റവും മിനിമലായിട്ടുണ്ടാവുന്നത് ഇൻഫീരിയർ സൈഡിലാണ് സപ്പോർട്ട് മിനിമൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഡിസ്ലൊക്കേഷൻ കൂടുതൽ ചാൻസ് ആ ഡയറക്ഷനിലാണ്. ഇനി ഡിസ്ലൊക്കേഷൻ്റെ കോസസ് എന്ന് പറയുമ്പോൾ അത് ഫോൾ ഓൺ ഷോൾഡർ ആവാം, എക്സസീവ് എക്സ്റ്റൻഷൻ ആവാം, എക്സ്റ്റെൻസീവ് ലാറ്ററൽ റൊട്ടേഷനും ആവാം. അടുത്തത് വരുന്നത് സബ്ലക്സേഷൻ. സബ്ലക്സേഷൻ എന്ന് പറയുമ്പോൾ അത് പാർഷ്യൽ ഡിസ്ലൊക്കേഷനാണ്. അപ്പോൾ സെയിം തന്നെ, മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ ഈസി അല്ലേ. മൂന്നാമത് വരുന്നത് ഫ്രാക്ചറാണ്. നാലാമത് വരുന്നത് ഷോൾഡർ പെയിൻ
അല്ലെങ്കിൽ റെഫേർഡ് പെയിൻ, ഇത് കുറച്ച് ശ്രദ്ധിക്കണം. സിസ്റ്റമിക് കണ്ടീഷൻസ് കൊണ്ട് ഡയഫ്രത്തിനോ ഗോൾ ബ്ലാഡറിനോ പാങ്ക്രിയാസിനോ ഒക്കെ ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് വരുമ്പോൾ ഷോൾഡർ പെയിൻ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം നെർവ് സപ്ലൈ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് കോമൺ ഒറിജിനിൽ നിന്നാണ് വരുന്നത്. അതായത് C3 C4 നിന്നാണ് ഷോൾഡറിലേക്കും ഇപ്പോൾ പറഞ്ഞ ഡയഫ്രം, ഗോൾ ബ്ലാഡർ, പാങ്ക്രിയാസിലേക്കൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ റെഫേർഡ് പെയിൻ ആയിട്ട് ഷോൾഡറിൽ പെയിൻ ആണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ കോസ് അറിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ കോസിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഷോൾഡർ പെയിൻ മാറി അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ ഷോൾഡറിൽ പോയി ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അഞ്ചാമത് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന സാധനമാണ് ഫ്രോസൺ ഷോൾഡർ. ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ നമ്മളൊന്നും പറയാനില്ല. ലാസ്റ്റ് വരുന്നത് സബക്രോമിയൽ ബർസൈറ്റിസ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഷോൾഡർ ജോയിൻറ്റിൽ കാണുന്നത്. അപ്പോൾ വീഡിയോ കഴിഞ്ഞു. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും പോരട്ടെ. കീപ് കണക്റ്റഡ്. താങ്ക് യു.